യു ബിലീവ് ഇൻ കർമ്മ? നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് പോസിറ്റിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും. ഐ ബിലീവ് ഇൻ ദാറ്റ്. കാരണം നമ്മൾ ഐ ബിലീവ് ഇൻ യൂണിവേഴ്സ്, ഐ ബിലീവ് ഇൻ നേച്ചർ. ഞാനല്ലാതെ ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന പോലെ പണ്ട് വളരെയധികം സൂപ്പർസ്റ്റിഷ്യസ് ആയിരുന്നു. ഓരോന്നിനും പരിഹാരം, ഓരോന്നിനും ഇത് ചെയ്ത് അമ്പലത്തിൽ പോവാ, അങ്ങനെ ഭ്രാന്ത് പോലെയായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ലൈഫിൻ്റെ പല പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ഐ വാസ് ലൈക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. പൂജ ചെയ്തുകൊണ്ട് പ്രശ്നം നമുക്ക് അങ്ങനെ ഡിഫറൻസ് അല്ല, നമ്മളെ മാറ്റണം. ഒരു എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തോന്നണം മാറ്റാൻ. അല്ല വേറെ ഒരാൾക്കും വന്ന് മാറ്റാനൊന്നും പറ്റൂല. ഈവൻ ഇഫ് ദേ ടെൽ യു വാട്ട്, നമുക്ക് കൺവിൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ തോന്നണ്ടേ ചെയ്യാൻ. നിങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ കൊണ്ട്. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഐ ഫീൽ എന്താണ് കർമ്മ എന്ന് അങ്ങനെ ഞാൻ വിചാരിക്കാറില്ല. പക്ഷെ നമ്മൾ ആരെയും ഹേർട്ട് ചെയ്യരുത്, നമ്മൾ നല്ലതേ ചെയ്യാവൂ. ആൻഡ് ആ രീതിയിൽ ഞാൻ ചിന്തിക്കും. കാരണം സൂപ്പർസ്റ്റിഷ്യൻസ് കുറവാണ് ഇപ്പോൾ, പണ്ടത്തെ പോലെ അത്രയും ഇല്ല. ഭക്തിക്ക് കുറവൊന്നും. ഭക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പണ്ടത്തെ പോലെ എല്ലാ കാണുന്ന അമ്പലങ്ങളെല്ലാം അങ്ങ് കയറി പോവില്ല. അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റിവേഴ്സ് അല്ല, ശരിക്കും വയസ്സാകുമ്പോൾ ഇത് കൂടുതലല്ലേ ചെയ്യാ അല്ലേ? വയസ്സാർക്കായി നിനക്ക് സോറി അറിയോ? ശരിക്കും അതും ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ? അല്ല മനസ്സുകൊണ്ട് 16 ഉള്ളൂ. 16 ഉള്ളൂ. ഇപ്പോഴും ഐ എം വെരി യങ് തന്നെയാണ് എൻ്റെ മൈൻഡിൽ എപ്പോഴും. ബിക്കോസ് ഐ ലൈക്ക് ടു ബി ഹാപ്പി. എനിക്ക് കൊച്ചു പിള്ളേരായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരെ കൂടെ ഇരുന്നാൽ അവരുടെ കൂടെ കളിക്കാനും അവരുടെ കൂടെ അവർ സംസാരിക്കാനും. അവർ എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും മാഗ്നറ്റ് പോലെ എൻ്റെ അടുത്ത് വന്നോളും. ഏത് കൊച്ചു പിള്ളേരാണെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ കാണിച്ച് വാന്നൊക്കെ വിളിച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ സോപ്പടിച്ച് അവർ വരും എൻ്റെ അടുത്ത്. ഇന്നലെ പോലും ഞാനൊരു അമ്പലത്തിൽ പോയി, അവിടെ നാമജപമായിരുന്നു. ആ കൊച്ചു കുറച്ച് അകലേ നിന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞു മോള് വാ പറഞ്ഞ് ഫസ്റ്റ് ഇങ്ങനെ കാണിച്ചു. പിന്നെ നോക്കുമ്പോൾ മടിയിൽ വന്ന് കയറിയിരുന്നു. അതുപോലെയാണ്, മാഗ്നറ്റ് പോലെയാണ് ഞാൻ പിള്ളേരുമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരായിട്ട് കളിക്കാനും സംസാരിക്കാനും ഒക്കെ. അവരുടെ ഇന്നസെൻസും. കാരണം അതുകൊണ്ടായിരിക്കാം ഇവൻ എൻ്റെ മൈൻഡും യങ് ആണ്. എനിക്കും അവർ ഭയങ്കര അതുപോലത്തെയാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ പ്രായമുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, അവരായിട്ടും എനിക്ക് ഇഷ്ടമാണ്. അവർ അവരുടെ സ്റ്റോറീസ്, എക്സ്പീരിയൻസസ് അങ്ങനെയൊക്കെ കേൾക്കാനും ഒക്കെ. പക്ഷേ എനിക്ക് അവരാരും ഹേർട്ട് ചെയ്യുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം കയറും ആരെങ്കിലും അങ്ങനെ വയസ്സായ ആൾക്കാർ എന്തെങ്കിലും ഒരു ചീപ്പായിട്ട് പറയുകയും അല്ലെങ്കിൽ അവർ ചിരിക്കുന്ന അവരെ അങ്ങനെയൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ കേട്ട് ഞാൻ ചിലപ്പോൾ പോയി ചോദിക്കുകയും ചെയ്യും അവരുടെ അടുത്ത്. എനിക്ക് അത്രയ്ക്ക് ചിലപ്പോൾ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വയസ്സായാൽ പോകുമ്പോൾ ഹൗ വി നോ നമ്മൾ എന്ത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. നെവർ ഡു ദാറ്റ്, യുനോ. അത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ രീതിയിലൊക്കെ ഐ എം വെരി വെരി പറയും. ഞാൻ പണ്ടത്തെ പോലെയല്ല, ഞാനിപ്പോൾ ഒരുപാട് റിയാക്ട് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറെ കൺട്രോൾ ചെയ്യണം. ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യായിരുന്നോ പണ്ട്? അതിപ്പോ പണ്ടൊക്കെ ദേഷ്യമല്ല, കരച്ചിലായിരുന്നു കൂടുതലും. ദേഷ്യം വന്നാലും കരയും. കാരണം എനിക്കൊന്ന് ഹെൽപ്ലെസ് ആയി പോകുന്നവർ കരയും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടന്മാർക്ക് ദേഷ്യം വരും. കാരണം അമ്മ അവരെയാണ് ചീത്ത വിളിക്കുന്നത്. അവൾ വിട്ടുകൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ കരയുമ്പോൾ അവരെയാണല്ലോ ചീത്ത വിളിക്കുക. സോ അതുകൊണ്ട് അങ്ങനെ. പക്ഷേ ഐ തിങ്ക് നൗ ആസ് യു ഏജ് ഈ നമുക്ക് കോൺഫിഡൻസും ഞാൻ പറഞ്ഞ എപ്പോഴും എക്സ്പീരിയൻസ് കാര്യം ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ലൈഫിൻ്റെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിലും ആ ട്രേറ്റ്സോ എന്തെങ്കിലും പേഴ്സണാലിറ്റി ചേഞ്ച് ഉണ്ടാവും 100%. സോ അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ലൊക്കേഷനിൽ മീര ജാസ്മിനായിട്ട് ഞാൻ മറ്റേ പാലും പഴവും അഭിനയിക്കുമ്പോൾ, ചാക്കോച്ചനായിട്ട് കുട്ടനാട് മാർപ്പാപ്പിൽ അഭിനയിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് തന്നെ അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും എന്നെ കാണുന്നതും എല്ലാം. എനിക്കറിയാം ചാക്കോച്ചനൊക്കെ ഫസ്റ്റ് തന്നെ നമസ്കാരം മാഡം, ഹലോ ഹാനി, ആ സ്റ്റൈലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ശ്രീജിത്തുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതാണോ നമ്മുടെ ശാന്തി കൃഷ്ണ മാഡം എന്ന് പറയുന്നത്? അതാണ്. കാരണം അവർ ഐ എം ലൈക്ക് ലിറ്ററലി ലൈക്ക് ലാഫിങ് ഇത്. അപ്പം തൊട്ട് അവരും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എല്ലാം ദേ ആർ ഓൾസോ വെരി ലൈക്ക് ചൈൽഡിഷ് ആ രീതിയിലാണ്. ഇന്നും ചാക്കോച്ചൻ എന്നെ കാണുമ്പോഴും എന്നിട്ട് എൻ്റെ മേരിമാ എൻ്റെ സോറ്റിമാ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതുപോലെ ഞാൻ നമ്മുടെ മീരയെ കണ്ടപ്പോഴും സെയിം തിങ് ആയിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല മാം ഇത്രയും ജോവിയലാണ്, ഇത്രയും ടൈം പാസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചിരിപ്പിക്കും എല്ലാവരും സെറ്റിൽ.
അപ്പോൾ പറയും ഇതുപോലെ ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടത്തെ ശാന്തികൃഷ്ണ മാമിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത് വളരെ ഇങ്ങനെ ക്വയറ്റായിട്ട്. പണ്ട് ഞാൻ പറഞ്ഞു പണ്ട് അങ്ങനെ ആയിരുന്നു, അത് ഭാഷ അറിയാത്തതുകൊണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ബേസിക്കലി ലൈക്ക് ടു ടോക്ക്. ഹൗ വാസ് യുവർ മദർഹുഡ്? അമ്മയായി 2 കുട്ടികൾ. ദാറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ആണ്. കാരണം മോന് ബാംഗ്ലൂരാണ് ജനിച്ചത്, മോള് US-ലാണ് ജനിച്ചത്. അപ്പോൾ ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് രണ്ടുപേരും. പക്ഷെ പിന്നെ ബാംഗ്ലൂരിലായിരുന്നു കൂടുതൽ പഠിച്ചതും. പിന്നെ ഇൻ ബിറ്റ്വീൻ വീണ്ടും US-ൽ പോയി, അവിടെ അവർ കുറച്ച് പഠിച്ചു. പിന്നെ വീണ്ടും ബാംഗ്ലൂർ വന്ന് പിന്നെ അവിടെ പഠിച്ചു. ഇപ്പോൾ വീണ്ടും ദേ ഹാവ് ഗോൺ ടു ദ US. സോ ബേസിക്കലി അവർ, ഞാൻ പറഞ്ഞത് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരായിട്ട് ഐ നോ ഹൗ മൈ റിലേഷൻഷിപ്പ് ഇസ് അവരായിട്ട്. അപ്പോൾ അതുകൊണ്ട് മദർഹുഡ് ഐ വാസ് എൻജോയിങ്. കാരണം ഓരോന്നിനും അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോന്ന് ചിന്തിച്ച് ഓരോന്ന് ആലോചിച്ച് ഞാൻ ചെയ്യുമായിരുന്നു അവർക്കെല്ലാം. സോ ആസ് എ മദർ, ഏത് മദറും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനും ചെയ്തതെന്ന് പറയാം. ബട്ട് കുറച്ച് ഓവർലി ഇൻവോൾവ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു അവരുടെ പ്രോജക്ട്സ് കാണാനും അവരുടെയൊക്കെ സ്കൂളിൻ്റെ ഓരോരോ എന്താ ചെയ്യുന്നതെന്ന് അറിയാനും. യുനോ ചുമ്മാ ചാർട്ട് വർക്കൊക്കെ ഉണ്ടെങ്കിലും തന്നെ പ്രോജക്റ്റ് വർക്കൊക്കെ ഉണ്ടെങ്കിലും ഐ ഓൾസോ വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ് എന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കും ഒരു എൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ഓർമ്മ. സോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇന്നും എനിക്കിഷ്ടമാണ്. മോളിപ്പം ഡിജിറ്റൽ മീഡിയ, ഷീസ് ഡസ് ന്യൂ മീഡിയ ഡിസൈൻ. അപ്പോൾ എനിക്കും ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ ഞാനും. അപ്പോൾ ഐ ഓൾസോ ലൈക്ക് അവൾ ചെയ്യുന്ന എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഐഡിയാസ് കിട്ടുമ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ഞാനും വരയ്ക്കും, ഞാനും എന്തെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കും, അവർ കുറച്ച് റിസർച്ച് ചെയ്യും അതിനെപ്പറ്റി. വരയ്ക്കും. അങ്ങനെ ഒരു സൈഡ് എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ വരയ്ക്കുമായിരുന്നു. ഐ മീൻ പല പല ടാലൻ്റൊക്കെ ഉണ്ട്. എന്തൊക്കെയാ പിന്നെ ഹിഡൻ ടാലന്റ്? എന്തൊക്കെയാണ്, ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ്. അത് കുറച്ച് പിന്നെ അത് വിട്ടു. പിന്നെ ഡാൻസ് ആയിരുന്നു കൂടുതലും. പിന്നെ ഉള്ളത് ഈ വരയ്ക്കലൊക്കെ പ്രൊഫഷണലായിട്ട് ഒന്നും പഠിച്ചതല്ല. പിന്നെ കുറച്ച് സിത്താർ പഠിച്ചു. അതാ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, എല്ലാം തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ഫുള്ളാക്കിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കീബോർഡ് കുറച്ച് ചെയ്യും, മോൻ നന്നായിട്ട് വായിക്കും, ഗിറ്റാർ വായിക്കും. അപ്പോൾ എനിക്ക് ഗിറ്റാർ പറ്റൂല, പക്ഷെ കീബോർഡ് പഠിക്കണം എന്നുണ്ട്. കീബോർഡും ഇതും സിത്താർ. കുക്കിംഗ് എങ്ങനെയായിരുന്നു? കുക്കിംഗ് നന്നായിട്ട് ചെയ്യും, വലിയ കുഴപ്പമില്ല. വെജിറ്റേറിയൻ ആണ് ഞാൻ, നോൺ വെജ് ഒന്നും ചെയ്യില്ല. എഗ്ഗിറ്റേറിയൻ. എഗ്ഗ് പിന്നെ വെജ് ആണല്ലോ. അപ്പൊ ഇപ്പൊ എഗ്ഗിറ്റേറിയൻ എന്ന് പറയണല്ലോ, വെജിറ്റേറിയൻ പറയാൻ പാടില്ലല്ലോ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും. അപ്പൊ അതൊക്കെ ചെയ്യും. എഗ്ഗ് നോൺ വെജ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ഞാൻ പറയും അത് നോൺ വെജ് ആണെങ്കിൽ ഏറ്റു, പക്ഷെ ബാക്കി നോൺ വെജിറ്റേറിയൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഗൾഫിലൊക്കെ ഞാൻ ഒരിക്കൽ പണ്ട് പോയപ്പോൾ ഫ്ലൈറ്റിൽ ഞാൻ പറഞ്ഞു ഐ എം എ വെജിറ്റേറിയൻ. യെസ് മാം ദിസ് ഇസ് വെജിറ്റേറിയൻ. എന്താ നോക്കിയപ്പോൾ ട്യൂണ ഫിഷ് എന്ന്. അവർക്ക് ഫിഷ് വെജിറ്റേറിയൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫിഷും കഴിക്കാറില്ല. അതുപോലെയാണ് ഇപ്പോൾ ബംഗാളീസ് അവരൊക്കെ നോക്കുമ്പോൾ അവർക്ക് സ്റ്റേപ്പിൾ ഡയറ്റ്, ബ്രാഹ്മിൻസ് ആണെങ്കിൽ പോലും റൈസ് ആൻഡ് ഫിഷ് അല്ലേ. അപ്പം നമുക്കതല്ല. ഞാൻ പിന്നെ കൊച്ചിലെ അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ അവര് വെളുത്തുള്ളി അതുപോലും കഴിക്കില്ല. അപ്പോൾ ഞാനൊക്കെ പക്ഷെ അങ്ങനെ ട്രാവലിംഗ് ഒക്കെ വന്നപ്പോൾ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട്